വീട്ടിൽ തന്നെ ഇലക്ട്രോളിസിസിലൂടെ ഓക്സിജൻ ഉണ്ടാക്കാം എന്നതാണ്. ഈ കോവിഡ് കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടൊരു വാക്കാണ് ഓക്സിജൻ ക്ഷാമം. അപ്പോൾ നമ്മൾ പഠിച്ച സയൻസിലൂടെ ഈ ഓക്സിജൻ ക്ഷാമത്തിന് ഒരു പരിഹാരം കണ്ടെത്താനാവുമോ എന്നതാണ് ഞാൻ ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതിനു വേണ്ട സാധനങ്ങൾ: ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ 2 ലിറ്റർ വെള്ളം, ഇരുമ്പിന്റെ 2 ഇലക്ട്രോഡുകൾ, അടികട്ട് ചെയ്ത 2 കുപ്പികൾ, ഡ്രെയിനേജ് ക്ലീനർ അഥവാ സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇതിൽ നിന്നുണ്ടാവുന്ന ഗ്യാസ് കളക്ട് ചെയ്യാനായി 2 ബലൂണുകൾ, ഒരു 12 വോൾട്ടിന്റെ അഡാപ്റ്റർ എന്നിവയാണ്. പരീക്ഷണം തുടങ്ങുന്നതിന് മുമ്പായി സേഫ്റ്റി ഫസ്റ്റ്. ആദ്യം ഞാൻ ഡ്രെയിനേജ് ക്ലീനർ അഥവാ സോഡിയം ഹൈഡ്രോക്സൈഡ് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇത് ഇളക്കി കൊടുക്കുന്നു. ഇതാണ് നമ്മളുടെ ഇലക്ട്രോലൈറ്റ്. ഇനി നമ്മൾ നമ്മളുടെ ഇലക്ട്രോഡിലേക്ക് വയറെടുത്ത് കണക്ട് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ അടികട്ട് ചെയ്ത് വെച്ചിരുന്ന കുപ്പിയിലേക്ക് ഇലക്ട്രോഡ് ഇറക്കി വെക്കുന്നു. ഉപയോഗിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ ആനോഡും കാഥോഡും ഒരു ബോർഡിലേക്ക് സെറ്റ് ചെയ്തിരിക്കുകയാണ്. പവർ സപ്ലൈയുടെ പോസിറ്റീവാണ് ഞാൻ ഈ ടെർമിനലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആനോഡ്. ഇതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് നെഗറ്റീവാണ്, അതുകൊണ്ട് ഇത് കാഥോഡ്. ഇനി നമ്മൾ നമ്മളുടെ ഇലക്ട്രോഡുകൾ ഇലക്ട്രോലൈറ്റിലേക്ക് ഇറക്കി വയ്ക്കുകയാണ്. ഇനി പവർ സപ്ലൈ ഓൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇലക്ട്രോഡുകളിൽ നിന്നും ബബിളുകൾ പൊന്തി വരുന്നത് കാണുന്നില്ലേ? ഹൈഡ്രജനും ഓക്സിജനുമാണ് ഈ ബബിളുകൾ പോലെ പൊന്തി വരുന്നത്. വേഗത്തിൽ ബബിളുകൾ ഉണ്ടാകുന്നത് കാഥോഡിലാണ്. അവിടെയാണ് ഹൈഡ്രജൻ ഉണ്ടാകുന്നത്. ആനോഡിൽ ഉണ്ടാകുന്നതാണ് ഓക്സിജൻ. ഈ ഗ്യാസുകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമോ? H2O എന്ന വാട്ടർ ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ ഹൈഡ്രജനും ഓക്സിജനുമായി മാറുന്നതാണ് ഇത്. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തതിനു ശേഷം എനിക്ക് കുറച്ച് ഓക്സിജനും കിട്ടി, കുറച്ച് ഹൈഡ്രജനും കിട്ടി. നിങ്ങൾക്കിതിൽ ഏതാണ് ഓക്സിജൻ എന്ന് പറയാൻ കഴിയുമോ? ഈ ചെറുതാണ്. കാരണം H2O എന്നതാണ് വാട്ടറിന്റെ ശാസ്ത്രീയ നാമം. അതിൽ 2 യൂണിറ്റ് ഹൈഡ്രജനും 1 യൂണിറ്റ് ഓക്സിജനുമാണ് ഉള്ളത്. അപ്പോൾ വലുത് ഹൈഡ്രജനും ചെറുത് ഓക്സിജനും. ഇപ്പോൾ നിങ്ങൾക്ക് ഇലക്ട്രോളിസിസ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇതുപോലെ രസകരമായ എക്സ്പെരിമെന്റ്സുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. ഈ പരീക്ഷണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: നിങ്ങൾ നല്ല വലിയ ബലൂൺ വേണം യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഹൈഡ്രജനും ഓക്സിജനും കയറാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നല്ല കോൺസെൻട്രേഷനുള്ള ഇലക്ട്രോലൈറ്റ് വേണം ഉപയോഗിക്കാൻ. പിന്നെ കുട്ടികളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ മുതിർന്നവരുടെ സഹായം തേടണം.